ഹലോ! ഞാനിന്നും സെൻറ്റാങ്കിൾ ആർട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന രണ്ടാമത്തെ സെൻറ്റാങ്കിൾ ആർട്ടാണിത്. ആദ്യത്തെ ഒരു സൺഫ്ലവർ ആയിരുന്നു. രണ്ടാമത്തെ ഇതാണ്. അപ്പോൾ ഒരു സ്കെച്ച് ബുക്കും എടുത്തിട്ടുണ്ട്. ഒരു മാർക്കറും എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യണമെന്ന്. പിന്നെ ഞാൻ എൻ്റെ മനസ്സിലെന്തോ വരുന്നത് അതേപോലെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ആർട്ട്, അതായത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഇത്. അതിങ്ങനെ ഓർമ്മ വന്നത്. അപ്പോൾ അതുപോലെയൊക്കെ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഈ സെൻറ്റാങ്കിൾ ആർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പണ്ട് എപ്പോഴോ പഠിച്ച മറ്റേ മസിൽസിൻ്റെയൊക്കെ ഒരു ഛായ ഉണ്ടോ എന്നെനിക്ക് തോന്നിപ്പോയി. അതുപോലെയൊക്കെ ഇരുന്ന് ഏകദേശം. ഇനി അതൊക്കെ വിട്ടിട്ട് നമ്മുടെ സെൻറ്റാങ്കിൾ ആർട്ടിലോട്ട് ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ ആ പാറ്റേണിൽ ഇങ്ങനെ വരച്ച് കൊടുക്കണം. അതായത് നമ്മുടെ ആ പുറമേ കാണുന്ന ആ ഒരു ഷേപ്പില്ലേ, അതിൻ്റെ ആ പാറ്റേണിൽ തന്നെ ഈ ഉള്ളിലോട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കണം. കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ എല്ലാത്തിലോട്ടും ഇതുപോലെ വരച്ച് കൊടുക്കണം. ഇത് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് ആ മസിലിൻ്റെ ഒരു ഓർമ്മ വന്നതെന്ന്. പിന്നെ ഇത് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിന് ഇത് എന്തോ പോലെയൊക്കെ ആവും. അത് വലിയ കുഴപ്പമില്ല. അത് ഈ ലൈൻസായിട്ട് ഇങ്ങനെ നോക്കി ഇരുന്നിട്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്. കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും. കുറേ നാൾ മുന്നേ ഒരു വീഡിയോ ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഏതോ ഒരു ഇമേജ് ഇതുപോലെ മൂവ് ചെയ്തിട്ടുള്ളൊരു ഇമേജ്. അതിൽ നോക്കിക്കൊണ്ട് നിന്നിട്ട് നമ്മൾ പരിസരത്തോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും അത് അനങ്ങുന്ന പോലെയും ഇതുപോലെ റൗണ്ടിലാവുന്ന പോലെയൊക്കെ തോന്നില്ലേ, അതിൻ്റെ ചെറിയൊരു എഫക്റ്റ് ഇതിനും കിട്ടുന്നുണ്ട്. അതേപോലെ അല്ലെങ്കിലും ചെറിയ രീതിക്ക്. പറഞ്ഞു വന്ന് നമ്മുടെ സെൻറ്റാങ്കിൾ ആർട്ട് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫോക്കസ് ആവാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു.